നമ്മൾ ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നതാണ് കാർഗിലിലെ ഇന്ത്യൻ മിലിറ്ററി ക്യാമ്പ്. ഇതെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വലിയതാണ് കേട്ടോ. ഇവിടെ ഇവർക്ക് പ്രാക്ടീസ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ ഫുഡ് കഴിക്കാൻ ഒരുപാട് ക്യാൻറ്റീനുകൾ, സ്റ്റേ ചെയ്യാനുള്ള ഫെസിലിറ്റീസ്, ഒരുപാട് ട്രക്കുകൾ എല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ ഈ ഭാഗത്തൊക്കെ വരുമ്പം ഇതൊന്നും വല്ലാണ്ട് എക്സ്പോസ് ചെയ്യാത്ത എന്താ വിചാരിച്ചാൽ ഇതെല്ലാം നമ്മളെ രാജ്യത്തിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മളത് ഒരുപാട് ഹൈലൈറ്റ് ചെയ്ത് വീഡിയോ ചെയ്യേ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. പിന്നെ ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരുമ്പം ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളത് ബാത്റൂമിൻ്റെ കാര്യത്തിലാട്ടോ. അതായത് ഈ ടൗണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആളുകളൊന്നും ഇല്ലാത്ത ഏരിയ ആകുമ്പോൾ ബാത്റൂമിലൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈജയ്ക്ക് നമ്മളൊരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ ഞാൻ പമ്പേഴ്സ് വാങ്ങിയിട്ട് ഇട്ട് കൊടുക്കുക ചെയ്തത്. കാരണം എന്തെങ്കിലും ഒരു എമർജൻസി വന്നു കഴിഞ്ഞാലൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ പിന്നെ ഹോട്ടൽസൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ടെൻഷൻ ഉണ്ടാവില്ല. നമ്മളിപ്പം ഈ ലേയിലേക്കുള്ള കാർഗിലിൽ നിന്ന് ലേയിലേക്കുള്ള യാത്രേൻ്റെ ഇടയ്ക്ക് കുറച്ച് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. അതിലൊന്നാണ് ഫാട്ടൂല ടോപ്പ്, പിന്നെ വരുന്നത് മാഗ്നറ്റിക് ഹില്ലാണ്. ദെൻ അതിൻ്റെ ഇടയ്ക്കൊരു നല്ല ഭംഗിയുള്ളൊരു ഗ്രാമം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്, ലെമയൂരും. അപ്പം ഇത് മൂന്നും കണ്ടിട്ട് വേണം നമുക്കിന്ന് ലേയിലേക്ക് പോവാൻ. അതുമല്ല പിന്നെ രാത്രിയാകുമ്പോഴത്തേക്ക് ലേയിൽ എത്തണം എന്നുള്ള കാര്യം നിർബന്ധമാണ്. പിന്നെ രാത്രിയായി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ പിന്നെ നമുക്കിവിടെ ഈ സ്ഥലങ്ങളിലൊന്നും സ്റ്റേ ചെയ്യാനൊന്നും ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാത്ത കാരണം എന്തായാലും വൈകുന്നേരം ആകുമ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ലേയിൽ എത്തണം എന്നാണ് പ്ലാൻ ചെയ്യുന്നത്. നമ്മളിതാ ഇവിടുന്ന് വീണ്ടും കുറച്ച് മലയാളീസിനെ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ 2 പേര് നടന്നിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. മലപ്പുറത്തുള്ള 2 ആളാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് അനിൽ, പാലക്കാട് നിന്ന് ഇരുന്ന് ഹിച്ചേക്ക് ചെയ്ത് നാട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 1 മാസമായി. പിന്നെ അതിൽ മലപ്പുറം ഹിച്ചേക്കറാണ്. ഫാറൂഖ് ഹിച്ചേക്ക് ചെയ്തത് ലഡാക്ക് ഈ ഇടയ്ക്ക് ഇപ്പൊ തിരിച്ച് ജമ്മു വഴി നാട്ടിലേക്കാണ് കേട്ടോ. പിന്നാലെ 2 ആളൂടെ ഉണ്ട് മലയാളീസ്. തലശ്ശേരി. രാജേഷ് മലപ്പുറത്ത് നിന്നാണ്, ബാംഗ്ലൂരിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, ബാംഗ്ലൂരിലാണ് ജോലി. കണ്ടില്ലേ, കേരളത്തിൽ നിന്ന് ഇവിടെ ലഡാക്കിൽ എത്തിയപ്പോ ഞങ്ങള് മലയാളീസ് എത്ര പേരാണ് എന്നറിയോ? മലപ്പുറം അത് പറയാതെ വയ്യ. നമ്മളെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലഡാക്കിലേക്ക് വരുന്നത് ഇതാ മലപ്പുറംകാരാണ് കേട്ടോ. അത് ഇവിടെ എന്തായാലും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന വേണം. പിന്നെ ഇതാ ഇനിയിപ്പോ ഇവിടെ കണ്ടിട്ട് പാലക്കാട് നിന്ന് കുറെ പേര് ഇങ്ങോട്ടേക്ക് വരാനുണ്ട്. നിങ്ങൾ എന്നാ സ്റ്റാർട്ട് ചെയ്തേ? ഞാന് സെപ്റ്റംബറിൽ ഫസ്റ്റ് ഇയർ ഉണ്ടാവും അല്ലേ? ഞാൻ ഒറ്റയ്ക്കാണ്, രണ്ടാള് ഞങ്ങള് വേറെയാണോ ഞങ്ങള് സെപ്റ്റംബർ 15 ആ ടൈമിൽ തുടങ്ങി. സെപ്റ്റംബർ 1 സ്റ്റാർട്ട് ചെയ്ത് ഇവിടുന്ന് മീറ്റ് ചെയ്തില്ല, മീറ്റ് ചെയ്ത് പിന്നെ ഞങ്ങള് 3 ആളും കൂടെ പിന്നെ നേപ്പാൾ പോവും, കാശ്മീർ ആയിട്ട് ഞങ്ങൾ 3 ആളും ഒരുമിച്ച്. ആണല്ലേ? നിങ്ങൾ രണ്ടാളും ഇനി ഈ നടന്നു വന്ന ആൾക്കാരോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. കേരളത്തിൽ നിന്ന് ഇവിടെ വരെ എത്തി നടന്നിട്ട് അപ്പൊ ഇനി എങ്ങനെ നിർത്താനാണോ ഉദ്ദേശിക്കുന്നത്, അതല്ല കണ്ടിന്യൂ ചെയ്യാനാണോ? അല്ല, ശരിക്കും നമ്മൾ ഇങ്ങനത്തെ ഒരു ട്രാവലിന്റെ ഒരു ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ചുരുങ്ങിയ എക്സ്പെൻസും ഉണ്ട്. ഇപ്പൊ നിങ്ങളുടെയൊക്കെ എക്സ്പെൻസ് പറഞ്ഞാൽ വളരെ ഹൈ ആയിരിക്കും. പെട്രോളിന് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞൊരു 8 രൂപയൊക്കെ ഞങ്ങൾക്ക് ഇതൊരു മാക്സിമം ഞങ്ങളുടെ ചെലവായിട്ടുണ്ടാവുള്ളൂ. മാക്സിമം ഒരു 3 പറഞ്ഞ ആരും വിശ്വസിക്കൂല. ഒരു മാസം 2 ദിവസമായി 3 ഉറുപ്പ്യന്റെ മേലെ ഞങ്ങൾക്ക് ചെലവ് വരുന്ന സംശയമാണ്. പിന്നെ ഒരുപാട് കോണ്ടാക്ട് കിട്ടും, ഒരുപാട് ഇറങ്ങിച്ചല്ലേ ഏത് വില്ലേജിൽ കയറാം, അവിടെ കൂടെ താമസിക്കാം. ഇനി അപ്പൊ ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യുന്നതാണല്ലേ? അപ്പൊ അതാണ് ഇതാ നടന്ന് വന്ന ആൾക്കാർ വരെ ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യാന്നാ പറയണത്. അപ്പൊ ഇനിയിപ്പോ ഇത് കേട്ടിട്ട് എല്ലാരും ഇങ്ങോട്ട് ഇറങ്ങിക്കോളിട്ടോ. ഇലാൻ ജാഫർ അത് ഷോർട്ട് ആക്കിയിട്ടാണ് നമ്മുടെ ചാനലിൽ ഇട്ട്. ട്രിപ്പിംഗ് വിത്ത് EJ, ഇലാൻ ജാഫർ EJ.
നമ്മളെ മലയാളികളെ കണ്ട സന്തോഷത്തിലാണ്. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. ബൈ ബൈ. അപ്പൊ ശരി, നാട്ടിൽ നിന്ന് കാണാം. അപ്പൊ നിങ്ങളെ ലേയിലെത്തി എങ്ങനെ സ്റ്റേ ആവശ്യമാണ് എല്ലാവർക്കും ഹാപ്പി ജേണി. താങ്ക് യു ഫോർ ദി സപ്പോർട്ട്. ശരിക്കും നമ്മൾ ന്യൂ ജനറേഷൻ പിള്ളേരൊക്കെ യാത്രകൾക്ക് ഭയങ്കര അഡിക്റ്റഡ് ആണ് കേട്ടോ. അതുകൊണ്ടാണല്ലോ അവർ ഇത്രയും എഫേർട്ട് എടുത്തിട്ട് നടന്നിട്ടായാലും സൈക്കിളിലായാലും എങ്ങനെ ആയാലും വേണ്ടിയില്ല, യാത്ര എന്നുള്ളത് എല്ലാവർക്കും ഒരു അഡിക്ഷൻ തന്നെയാണ്. നമ്മൾ ഈ ബുക്കിൽ പഠിക്കുന്നതെന്നല്ല, നമ്മൾ ലോകം എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ യാത്ര തന്നെ പോകണം. ഇതാണ് നമ്മളെ ഹിമാലയൻ യാക്കാണ് കേട്ടോ ഈ പോകുന്നത്. യാക്ക് ശരിക്കും ഈ ഒരു ഹിമാലയത്തിൻ്റെ റീജിയനിൽ മാത്രമാണ് ഈ യാക്കിനെ കാണുന്നത്. നമ്മളിപ്പം ഈ ഒരു ക്ലൈമറ്റിൽ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് കോട്ട് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. പക്ഷേ അതിനൊക്കെ നാച്ചുറലായിട്ട് ദൈവം തന്നെ കൊടുത്തിട്ടുള്ള കവറിങ് ആണ് നമ്മൾ കണ്ട ഒരു രോമം നിറഞ്ഞിട്ടുള്ള ആ ഒരു ശരീരം എന്ന് പറയുന്നത്. ഏത് ജീവികൾക്കായാലും ആ കാലാവസ്ഥയിൽ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ശരീരഘടന ഉണ്ടാവും എന്ന് പറയുമ്പം ഈ യാക്കിനെ കാണുമ്പം അതൊക്കെ സത്യമാണെന്ന് നമുക്ക് മനസ്സിലാവും കേട്ടോ. എന്തായാലും ഇപ്പം കാർഗിൽ പിന്നിട്ട് ഇനി ലേ ടൗണിലേക്കാണ്. ഈ മൗണ്ടെയ്ൻസ് കണ്ടില്ലേ, ഓരോ മൗണ്ടെയ്നും ഓരോ കളറിലാണ് കാണുന്നത്. നമ്മൾ നേരത്തെ കണ്ടതിനേക്കാളും ഏറ്റവും അടിപൊളിയായിട്ട് മൗണ്ടെയ്ൻസ് ഇങ്ങനെ കാണുന്നത് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് കേട്ടോ. ശരിക്കും നമ്മൾ കാർഗിലിൽ നിന്ന് ലേ ടൗണിലേക്ക് ഏകദേശം ഒരു 5 മണിക്കൂറിൻ്റെ യാത്രയാണ് കേട്ടോ ഉള്ളത്. ദൂരെ ആ കുന്നിന്റെ മുകളിൽ കണ്ടില്ല ഒരു സിൽവർ കളർ പോലെ തിളങ്ങുന്നത്, അത് ഞങ്ങൾക്ക് കേറാനുള്ളതാണ് കേട്ടോ. അതുവഴിയാണ് ഞങ്ങൾക്ക് ഇന്ന് ലേയിലേക്ക് പോട്ടത്. കണ്ടോ എത്ര ഹൈറ്റിലാണ് എടുക്കണേന്ന്. അതിന്റെയൊക്കെ ടോപ്പിൽ എത്തുമ്പോ ഈ കാണുന്ന ആകാശം തൊട്ട് തലേന്റെ മുകളിൽ എത്തുന്ന ഒരു ഫീലിംഗ് ആയിരിക്കും ഉണ്ടാവുക. ജസ്റ്റ് ഒന്ന് മുന്നിലേക്ക് നോക്കിക്കോളൂ കേട്ടോ. ഈ റോഡ് എങ്ങനെയുണ്ട്, പൊളിയല്ലേ? പല ലഡാക്ക് വ്ളോഗ്സ് കണ്ട സമയത്തും അതിലൊക്കെ കേട്ടിട്ടുണ്ട് നിങ്ങൾ ചന്ദ്രനിൽ പോയ പോലെ, നിങ്ങൾ ചൊവ്വയിൽ പോയ പോലെ. ഇതൊക്കെ അതെവിടാന്ന് എക്സ്പീരിയൻസ് ചെയ്യാനാണ് ഞങ്ങളിപ്പം പോകുന്നത്. അതാണ് ഫാട്ടുല ടോപ്പ്. ഫാട്ടുല ടോപ്പ് എന്ന് പറയുന്നത് നമ്മളെ കാർഗിലിൻ്റെയും ലേൻ്റെയും ഇടക്കായിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഫാട്ടുല ടോപ്പ്. നമ്മൾ ഈജയാണ് ഫാട്ടുല ടോപ്പ് കയറാൻ പോകുന്നത് കേട്ടോ. ഇതാ കണ്ടല്ലോ, വ്യൂ കണ്ടല്ലോ, ഇത് എവിടാ കിടക്കുന്നതെന്നുള്ളത്. എന്തായാലും കയറി നോക്കാം. മൈത്രി രഘുവീർ, ഇത് ലേ ഡെവലപ്മെൻറ്റ് അതോറിറ്റീൻ്റെ പ്രോജക്റ്റാണ് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ എങ്ങനെയുണ്ടെന്നും കൂടി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം.
നമ്മ ചന്ദ്രനിലൊക്കെ പോയി നിൽക്കുന്ന ഫീലാണ്. താഴെ കാണുന്നത് ആ റോഡുകളാണ് കേട്ടോ. ചന്ദ്രനിൽ പോയൊരു പക്ഷെ എന്നാലും അങ്ങനെയല്ല കേട്ടോ, നമ്മൾ ജിമ്മിൽ കാണുന്ന പോലെയുള്ള അവസ്ഥയാണ്. ഒരു രക്ഷയില്ല. ഓ ഇനി നമ്മൾ ലേ ടൗണിൽ എത്തുന്നതിന് മുന്നായിട്ട് വേറൊരു അടിപൊളി ഗ്രാമം കൂടി ഉണ്ട് കേട്ടോ, ലെമയൂരും. ലെമയൂർ എന്ന് പറയുന്നത് അത്യാവശ്യം വലിയൊരു ഗ്രാമമാണ്. പിന്നെ നല്ല ഭംഗിയുണ്ട്. ഇതാ ലെമയൂര് ഗ്രാമത്തിൻ്റെ മുഴുവൻ വ്യൂ ആണ് ഞങ്ങളിപ്പോൾ ഈ മോളിൽ നിന്നുള്ള ഈ റോഡിൽ നിൽക്കുമ്പോൾ ഈ കാണുന്ന കാഴ്ച. നല്ല പച്ച നിറഞ്ഞ മരങ്ങൾക്ക് നടുവിലുള്ള ഒരു ചെറിയ ഗ്രാമം, അതാണ് ലെമയൂര്. നമ്മൾ ഈ ലഡാക്കിൽ മൊത്തം ട്രാവൽ ചെയ്യുന്നത് NH1 കേട്ടോ. അപ്പം നമ്മളിതാ ലെമയൂര് ഗ്രാമത്തിലൂടെയാണ് ഇപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇവിടെ നമ്മൾ ഈ കാണുന്ന ഭംഗിയുണ്ടല്ലോ, അത് ഇവിടുത്തുകാർ അതുപോലെ തന്നെ നന്നായിട്ട് കൊണ്ട് നടക്കുന്നുണ്ട്. ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു സ്ഥലത്തിനും ഇത്രയും ഭംഗി കാണില്ല കേട്ടോ. വേസ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ തന്നെ ഓരോ സ്ഥലത്തിൻ്റെയും ഭംഗിയൊക്കെ നശിച്ചു പോകും. പക്ഷേ ഇവിടെ ഒരുവിധം എല്ലാ സ്ഥലങ്ങളും ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇനിയിപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വരുന്ന നമ്മളെപ്പോലെയുള്ള ടൂറിസ്റ്റുകളൊക്കെ വല്ല വേസ്റ്റുകളൊക്കെ കൊണ്ടിട്ട് ഇത് വൃത്തികേടാക്കാൻ തുടങ്ങിയാലേ ഉള്ളൂ. അപ്പം ആരും ഇങ്ങനത്തെ ഒരു വേസ്റ്റ് പോലും ഈ ഭാഗങ്ങളിലൊന്നും ഇടാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ദൈവം തന്നതിനെ നമ്മളായിട്ട് ഒരിക്കലും നശിപ്പിക്കരുത്. പാറക്കഷ്ണങ്ങളൊക്കെ കണ്ടോ? എപ്പോഴും ഒരു കണ്ണ് മുകളിലേക്കാണ് കേട്ടോ. എപ്പോഴാണ് ഇതിന്ന് ഓരോ പീസ് പൊളിഞ്ഞിട്ട് താഴേക്ക് വീഴാന്നറിയില്ല. അത്രയ്ക്ക് ഹെവിയാണിത്. എന്തെങ്കിലും ഒന്ന് വീണ് കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നമ്മളെ വണ്ടിക്കും നമുക്കൊക്കെ നല്ല പരിക്ക് പറ്റും. അത്തോതിലുള്ള പാറകളാണ് ഈ കാണുന്നത്.
സ്പെഷ്യൽ പാലാട്ടത്. എപ്പോഴും നല്ല അടിപൊളി പാലാണ്, കണ്ടാൽ തന്നെ അറിയാം അതിന്റെ ക്വാളിറ്റി. ഇതൊക്കെ എപ്പം പൊട്ടി വെക്കാം. ഇതൊക്കെ അങ്ങനെ നോക്കി നിന്നോണ്ട് പോയാൽ മതി, ഇറങ്ങണ്ടാന്ന്. മനസ്സിലായോ? നമ്മള് പോണ വഴിയിലൊക്കെ ബിആർഒന്റെ ഓരോരോ അടിപൊളി സൈൻ ബോർഡ്സ് ഉണ്ട് കേട്ടോ. ഓരോന്നിലും നല്ല ഓരോരോ ഇൻഫർമേഷൻസ് ആണ് ഉള്ളത്. സ്മൂത്ത് റോഡ് ഫോർ യുവർ സ്മൂത്ത് റൈഡ്. അടുത്ത എന്താ വെച്ചാ സേഫ്റ്റി ഫസ്റ്റ്, സ്പീഡ് ആഫ്റ്റർവേർഡ്സ്. അങ്ങനെ നമുക്ക് വായിച്ച നല്ല അർത്ഥങ്ങളുള്ള ഒരുപാട് സൈൻ ബോർഡ്സ് ഇവിടെ മൊത്തം ഉണ്ട്. ഇതാ ഈ റോഡിലൂടെ നമ്മള് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വീഗാലാൻഡിൽ ഒരു റൈഡിലൊക്കെ കയറി ഫീലിംഗ് ആണ്. കാരണം നല്ല സ്പീഡിൽ പോവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നാണ് ഒരു ഇറക്കം വരുന്നത്. അപ്പൊ നമ്മളിങ്ങനെ എയറിലൂടെ ഇങ്ങനെ മൂവ് ചെയ്യുന്ന പോലെയാണ് തോന്നുന്നത് കേട്ടോ. പറന്നിങ്ങനെ പോവാണ്. ഭയങ്കര സ്പീഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പാണ് ഒരു എയറിൽ ഫ്ലൈ ചെയ്യുന്ന മാതിരി തന്നെ ഉണ്ടാവും. അത് വിചാരിച്ച ഓവർ സ്പീഡ് വരാനൊക്കെയാണ്. സ്ട്രൈറ്റ് റോഡ് ആയതുകൊണ്ട് മാത്രം അങ്ങനെ എടുത്തു നോക്കിയാണ്. ഇന്ന് ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്തിട്ട് ആദ്യമായിട്ടാണ് ഒരു 80 വണ്ടി വിടുന്നത്. ഇതുവരെ 40-50 അത്രേ ഉള്ളൂ. ഈ റോഡുകൾക്ക് ഒരു പേരിട്ട് കേട്ടോ, സ്നേക്ക് റോഡ്. കാരണം വളഞ്ഞും തിരിഞ്ഞും അങ്ങനെ പോണോണ്ട് ഇട്ട പേരാണ് സ്നേക്ക് റോഡ്. പച്ച മൗണ്ടൈൻ കണ്ട്, പിങ്ക് കണ്ട്, പിന്നെ ഒരു ബ്രൗൺ കണ്ട്. ഇപ്പൊ ഞാൻ പുതിയതൊന്ന് ആ ലാസ്റ്റിലേക്ക് നോക്കിയാൽ മതി, ഒരു ഓറഞ്ച് കളറ്. ഈ ഒരു 2 മൗണ്ടൈൻ്റെയും ഏകദേശം ഒരു സെന്ററിലായിട്ട് വന്ന ആ സാധനം. നീ അടുത്ത വളവാവട്ടെ ഒന്നുകൂടി കാണിച്ചു തരാം കേട്ടോ. അത് ദൂരത്തേക്ക് നോക്കി അങ്ങോട്ട് കാണുന്നില്ലേ ഒരു ഓറഞ്ച് കളറ്? അതന്നെ. കിട്ടി. ഇതാ ഞാൻ പറഞ്ഞ ഓറഞ്ച് മല. കിട്ടി. അങ്ങനെ ഓറഞ്ച് മല കിട്ടിയിരിക്കുകയാണ്. കുറെ നേരം ഞാനിങ്ങനെ നോക്കുന്നത് ഓറഞ്ച് മല ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞും ചെയ്ത്, പക്ഷെ കിട്ടുന്നില്ല. അവിടെ എന്തായാലും ഇതാ കിട്ടിച്ചിട്ടോ. ഈ റോഡ് കണ്ടോ? റൈഡേഴ്സിന്റെ ഡ്രീം റോഡുകളാണ് ഇതൊക്കെ. ഇത് ശരിക്കും പറഞ്ഞാല് റൈഡേഴ്സിന് എന്താ ഇത്ര പ്രിയെന്ന് ചോദിച്ചാല്, ഇതൊരു അഡ്വഞ്ചർ റൈഡാണ്. ലഡാക്ക് എന്ന് പറഞ്ഞാണ്ടല്ലോ, ലാൻഡ് ഓഫ് ഹൈ പാസസ്. ഒരു സംശയം വേണ്ട, ഇതെപ്പോഴും നമ്മളെ ലൈഫ് ലോങ് ത്രൂ ഔട്ട് ദ ലൈഫ് നമുക്ക് ഓർമ്മിച്ചിരിക്കാൻ പറ്റുന്ന ഏറ്റവും അഡ്വഞ്ചർ മൊമെന്റ്സ് ആണ് ഇതൊക്കെ. നമ്മളെ കൂടെയുള്ള അഡ്വഞ്ചർ റൈഡർക്ക് എന്താ പറയാനുള്ളതെന്നൊന്ന് നോക്കാം. അപ്പൊ നമ്മളെ ഈജന്റെ അഭിപ്രായം ഇതാണ് കേട്ടോ. ഹലോ ഗൈസ്, നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എങ്ങനെ വീട്ടിലിരിക്കാൻ തോന്നുന്നു? പുറത്ത് വരൂ, ചാടൂ, കുളിക്കൂ, കളിക്കൂ എന്നൊക്കെ. ഇനി നമ്മളെ
റൈഡർ എന്താ പറയണേന്ന് നോക്കാം. പറയാനൊന്നുമില്ല, വണ്ടർ ആണ്, ബ്ലെസ്ഡ് ആണ്. ഈ ഫോട്ടോയിലും റീൽസിലും ടിക്ടോക്കിലൊക്കെ കണ്ട് സ്വപ്നം കണ്ടു തുടങ്ങിയ റോഡിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സ്ട്രൈറ്റ് റോഡ്, അപ്പുറം ഇപ്പുറം മലനിരകൾ, ഒരു വല്ലാത്ത ഫീലിംഗ് ആണ്. അത്രയേ ഉള്ളൂ. ഇത് നമ്മളെ മാഗ്നറ്റിക് ഹില്ലാണ്, ടുവാർഡ്സ് നോക്കിയേ, നോക്കിയേ മതി. നല്ല പൊടിക്കാറ്റാണ് ടൈം പോണത്. ഓക്കെ, അപ്പം ടുവാർഡ്സ് നമ്മൾ ലേ പോകുന്ന സമയത്ത് നമ്മൾ വണ്ടി ഓഫാക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പതുക്കെ കയറി പോവുമായിരുന്നു. പക്ഷെ ഇപ്പം അതിൻ്റെ ആ ഒരു ഇതൊക്കെ പോയിട്ടുണ്ട്. എന്നാലും ഇപ്പോഴും മാഗ്നറ്റിക് ഹില്ലിൽ തന്നെയാണ് ഇത് അറിയപ്പെടുന്നത്. ഇവിടെ പൊളാരിസ് കാര്യങ്ങളൊക്കെ റെന്റിനിട്ട് നമുക്ക് വണ്ടി ഡ്രൈവ് ചെയ്യാൻ പറ്റും. അതൊക്കെയാണ് പ്രത്യേകത. നമ്മൾ ട്രിപ്പിംഗ് വിത്ത് ഈജൻ്റെ സ്റ്റിക്കർ അതിൻ്റെ മുകളിൽ ഒട്ടിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ ഗ്രൗണ്ടിലാണ് നമ്മൾ പൊളാരിസ് റെന്റിന് ഇട്ടിരുന്നത്. ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു പൊളാരിസ് എടുത്തിട്ട് റൈഡ് ചെയ്ത് നോക്കാൻ പോവാണ്. പക്ഷെ അതിന്റെ മുന്നേ നമ്മൾ ട്രിപ്പിംഗ് വിത്ത് ഈജന്റെ സ്റ്റിക്കർ എടുത്തിട്ട് നമ്മളിവിടെ ഈ മാഗ്നറ്റിക് ഹില്ലിന്റെ ബോർഡിലൊന്ന് പതിക്കാൻ പോവുകയാണ്. നമ്മളിവിടെ എത്തിയത് നമ്മളെ ഈജന്റെ ട്രിപ്പിംഗ് വിത്ത് ഈജ ഇവിടെ എത്തിയത്. അപ്പൊ നമ്മളെ ട്രിപ്പിംഗ് വിത്ത് ഈജന്റെ സിഗ്നേച്ചർ നമ്മളിവിടെ പതിപ്പിക്കാൻ പോവുകയാണ്. നമ്മളെ യൂട്യൂബിനെ സംബന്ധിച്ച് നോക്കുമ്പം ഏറ്റവും അൺമെമ്മറബിൾ ആയിട്ടുള്ളൊരു സമയമാണ് ഇതാ. ഇത് കണ്ടില്ലേ, ട്രിപ്പിംഗ് വിത്ത് ഈജെ. ഇതാ ഈജെ, ഒന്നിങ്ങോട്ട് നോക്കൂ. ഈ ഒരു മാഗ്നറ്റിക് ഹില്ലിൻ്റെ ഈ ഒരു ബോർഡ് മുഴുവൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള റൈഡേഴ്സിൻ്റെ സ്റ്റിക്കറുകളാണുള്ളത്. അപ്പം ഞങ്ങളെ ഒരു കുഞ്ഞു യൂട്യൂബ് ചാനലിൻ്റെ സ്റ്റിക്കർ ഈ ഒരു ബോർഡിൽ പതിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങൾക്ക് മറക്കാനാവാത്തൊരു അനുഭവമാണ് കേട്ടോ. ഏറ്റവും അതുപോലെ തന്നെ ഞങ്ങളെ ലൈഫിലെ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് മൊമെൻ്റാണിത്. ഈജയും പപ്പയാണ് ആ റൈഡ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഒരു റൈഡിന് പൊളാരിസിലെ ഒരു റൈഡിന് ഇവിടെ പ്രൈസ് വരുന്നത് 1000 rupees. അങ്ങനെ നമ്മൾ മാഗ്നറ്റിക് ഹില്ലും എക്സ്പീരിയൻസ് ചെയ്തു. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിട്ടോ. ഇനി മാഗ്നറ്റിക് ഹില്ലിൽ ആര് വരികയാണെന്നുണ്ടെങ്കിലും ഞങ്ങൾ അവിടെ ഇല്ലെങ്കിലും ഞങ്ങളെ യൂട്യൂബ് ചാനലിൻ്റെ സ്റ്റിക്കർ അവിടെ ഉണ്ട്. എത്ര കാലം ആ മാഗ്നറ്റിക് ഹില്ലിൻ്റെ ബോർഡ് അവിടെ നിൽക്കുകയാണെങ്കിലും ഞങ്ങളെ സ്റ്റിക്കർ അതുപോലെ അവിടെ ഉണ്ടാവും. അപ്പം ഞങ്ങളെ ഓർമ്മകൾ മാഗ്നറ്റിക് ഹില്ലിൽ അവശേഷിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങളിത് ലേയിലേക്ക് പോകുന്നത്. ഇത് നമ്മളെ ലേയിലേക്കുള്ള യാത്രയിൽ നാഷണൽ ഹൈവേ സൈഡിലുള്ള ഒരു ലേക്കാണ് കേട്ടോ. ഈ ലേക്കിൻ്റെ ഭംഗിയും ഇവിടുത്തെ കാലാവസ്ഥയും ഇവിടുത്തെ നല്ല അടിപൊളി കാറ്റും പിന്നെ ഈ പകൽ ഈ ഒരു ഏകദേശം വൈകുന്നേരമായിട്ടുണ്ട്. ഈ സമയത്ത് കണ്ടില്ലേ ഈ സൺറൈസ് ഈ മൗണ്ടയിൽ വന്ന് തട്ടുന്ന വ്യൂവും ഒരു രക്ഷയിൽ എത്ര സമയം നിന്ന് കഴിഞ്ഞാലും നമുക്ക് ഇവിടുന്ന് പോവാൻ തോന്നില്ല. ടൈം ഇപ്പം 5:30 ആയിട്ടുണ്ട്. നമ്മളിതാ ലേ ടൗണിലേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ്. ലേ ടൗണിലെത്തിയപ്പോൾ വീണ്ടും കാശ്മീരിൻ്റെ മുഖമൊക്കെ ചേഞ്ചായി. ഇവിടെ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ടിബറ്റൻ ടച്ചാണ്. പല സ്ഥലങ്ങളിലും നമുക്ക് നോക്കുമ്പോൾ തന്നെ ലാമാസിനെ കാണാൻ പറ്റും. പിന്നെ ഈ ബിൽഡിങ്ങുകളായാലും ശരിക്കും ഒരു യൂറോപ്യൻ നാട്ടിലൊക്കെ ചെന്ന ഫീലിംഗ് ആണ് കേട്ടോ. ഈ സൈഡിൽ കാണുന്നത് നമ്മളുടെ ലാമകളാണ്. അവർ ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ. ഇത് പിന്നെ വലിയ സിറ്റി ആയതുകൊണ്ട് ഹോട്ടൽ കിട്ടാനൊന്നും പ്രയാസം ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ നമ്മൾ എവിടെ റൂം എടുക്കുന്നത് വിചാരിച്ചാൽ അവരുടെ അടുത്ത് നമുക്കിനി മുന്നോട്ട് ഇപ്പോൾ കർത്തുങ്ല പിന്നെ പാങ്ങോങ് ലേക്ക്
പിന്നെ നുബ്ര വാലി, അങ്ങനെ കുറേ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാനുണ്ട്. അപ്പം നമ്മൾ നിൽക്കുന്ന ഹോട്ടലുകാരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അവർ നമുക്ക് വേണ്ടിയിട്ടുള്ള പെർമിഷനൊക്കെ എടുത്തു തരും. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഓൺലൈനായിട്ടും ചെയ്യാവുന്നതാണ്. അപ്പം ഞങ്ങൾ എന്തായാലും അവിടെ എത്തിയ ശേഷം ഡിസൈഡ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് എങ്ങനെ എടുക്കേണ്ടതെന്നൊക്കെ. ഇത് കഴുതകളാണ് കേട്ടോ. ഇവിടെ യാക്കും പിന്നെ അതുപോലെ തന്നെ ഈ കഴുതകളൊക്കെയാണ് ഈ മലമുകളിലേക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ എന്തായാലും ലേ ടൗണിൽ തന്നെ റൂം എടുത്ത്. ഇത് ലേ ടൗണിലുള്ളൊരു സ്തൂപാണ്. പിന്നെ ഇവിടെ ഭയങ്കര തണുപ്പാണ്. പക്ഷേ മറ്റുള്ള സ്ഥലങ്ങളെ പോലെയല്ല, നമ്മളിപ്പോൾ വരുമ്പോഴുള്ള ആളുകൾ ഒഴിഞ്ഞ സ്ഥലമൊന്നുമല്ല. ഇവിടെ നന്നായിട്ട് സിറ്റി ആയത് കാരണം നന്നായിട്ട് ആളുകളുണ്ട്. പിന്നെ രാത്രി വളരെ വൈകിട്ടും ലേഡീസായാലും ജെൻസായാലും ഒക്കെ പുറത്ത് തന്നെയാണ്. നല്ല റഷാണ് സിറ്റി. പിന്നെ നമ്മളെ നാട്ടിലെ പോലെയുള്ള ചിക്കൻ്റെ ഫുഡൊക്കെ നമുക്ക് കിട്ടി. നമ്മൾ ഹാപ്പി ആയിട്ടോ. നമ്മളിനിയിപ്പം ഫുഡ് കഴിച്ചിട്ട് വേഗം തന്നെ ഉറങ്ങാൻ പോവാണ്. കാരണം നാളെ ഞങ്ങൾ രാവിലെ കർത്തുങ്ലയിലേക്ക് പോവാനാണ് പ്ലാൻ ചെയ്ത്. അപ്പം നന്നായിട്ട് റെസ്റ്റ് വേണം. സോ ഞങ്ങൾ ഉറങ്ങാൻ പോവാണ്. അപ്പം ലേ ടൗണിന് എല്ലാവർക്കും ഗുഡ് നൈറ്റ്.